നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ലോകകപ്പ് പന്തും ട്രോഫിയും കുട്ടികൾക്ക് മുന്നിൽ. കൊല്ലത്ത് ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ചിറകേകി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി. ലോക ഫുട്ബോളിൻ്റെ ആവേശം കുട്ടികളിലേക്കും യുവതലമുറയിലേക്കും എത്തിക്കുന്നതിനായി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിച്ച ഫുട്ബോൾ ബോധവൽക്കരണ പരിപാടിയും സൗഹൃദ മത്സരങ്ങളും കൊല്ലത്തെ ക്ലബ്ബ് വാമോസ് ടർഫിൽ ആവേശോജ്വലമായി നടന്നു. 2026 ഫിഫ ലോകകപ്പിൻ്റെ ആവേശം നേരിട്ടനുഭവിക്കാനുള്ള അപൂർവ അവസരമാണ് പരിപാടി കുഞ്ഞു ഫുട്ബോൾ താരങ്ങൾക്ക് സമ്മാനിച്ചത്. അണ്ടർ 13, അണ്ടർ 15 വിഭാഗങ്ങളിലായി KGFC കുണ്ട്രയും KSFA രാമൻകുളങ്ങരയും തമ്മിൽ നടന്ന മത്സരങ്ങൾ മികച്ച പോരാട്ട വീര്യത്തിനും കായിക മികവിനും സാക്ഷ്യം വഹിച്ചു. രക്ഷിതാക്കളും കായിക പ്രേമികളും പങ്കെടുത്ത പരിപാടി ഒരു ചെറിയ ലോകകപ്പ് അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനുമായ സിയാദ് ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഇവിടെ ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ അവരുടെയൊക്കെ കളി കണ്ട് പഠിച്ച് കളിച്ച ഒരു വ്യക്തിയാണ്. വളരെ റെസ്പെക്റ്റീവായിട്ടുള്ള ബാബുണ്ണനെ യാദൃച്ഛമായിട്ട് ആ മൂല നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ബാബുണ്ണൻ അവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പാടില്ല. ബാബുണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ, ഈ മോന്റെ പ്രായത്തിലൊക്കെ ഞാൻ സെവൻസ് കളി കാണാൻ വേണ്ടി പോകും. പക്ഷെ എന്റെ മോനെ ഒന്നും പറയണ്ട, അസാധ്യ പ്ലെയറാണ്. ഇലക്ട്രിസിറ്റി ബോർഡില് ഇന്ന് റിട്ടയർഡായി. അതിന്റെ കളിയൊക്കെ ഇപ്പോഴും എന്റെ കണ്ണിൽ ഓർമ്മ ഉണ്ട്. നിങ്ങളുടെ ഈ കൊച്ചു പ്രായത്തിൽ ഞാൻ കണ്ട സെവൻസിന്റെ കളിയുടെ ഡ്രിബിളിങ് എന്റെ കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിയുടെ പ്രധാന ആകർഷണമായി 2026 ഫിഫ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന മാതൃകയിലുള്ള ഔദ്യോഗിക ലോകകപ്പ് ഫുട്ബോളും ലോകകപ്പ് ട്രോഫിയുടെ മാതൃകയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന ചിഹ്നമായ പന്തും ട്രോഫിയും നേരിൽ കാണാനും സ്പർശിക്കാനും ഫോട്ടോകളും സെൽഫികളും എടുക്കാനുമുള്ള അവസരം കുട്ടികളിൽ അതിയായ ആവേശമാണ് സൃഷ്ടിച്ചത്. കേരള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയായ തൂഫാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പെനാൽറ്റി ഫോർ ഓൺ ഗോൾ പരിപാടിക്കും ചടങ്ങിൽ തുടക്കമായി. സംസ്ഥാന ഫുട്ബോൾ താരം ചന്ദ്രബാബു ആദ്യ പെനാൽറ്റി കിക്ക് നിർവഹിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. കായിക രംഗത്തേക്കുള്ള യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ലഹരിക്കെതിരായ ശക്തമായ സന്ദേശവും പരിപാടിയിലൂടെ കൈമാറി. മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ NL തങ്കച്ചൻ, പരിശീലകൻ ശ്രീരാജ്, KCB താരവും സംസ്ഥാന ഫുട്ബോൾ താരവുമായ ചന്ദ്രബാബു, കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ, സാമൂഹ്യ പ്രവർത്തകൻ നിസാം, ജസ്റ്റ് മൂവ് റണ്ണേഴ്സ് ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് DP അശോക്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിറോസ്, ഗോപാലകൃഷ്ണൻ, ക്ലബ് അംഗം സുധീഷ് എന്നിവരും സന്നിഹിതരായി. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ലക്ഷ്യബോധവും അച്ചടക്കവും സ്വപ്നങ്ങളും വളർത്തുന്ന ജീവിത പാഠമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ നിന്ന് കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യകരമായ ജീവിത ശൈലിയിലേക്ക് നയിക്കാനും ഇത്തരം പരിപാടികൾ സഹായകരമാണെന്നും അവർ പറഞ്ഞു. ഇന്ന് ടർഫിൽ പന്ത് തട്ടുന്ന ഈ കുഞ്ഞു താരങ്ങളിൽ നിന്നാവാം നാളെയുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അഭിമാന താരങ്ങൾ ഉയർന്നു വരുന്നത് എന്ന പ്രതീക്ഷയോടെയാണ് പരിപാടി സമാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കൊല്ലം.